എങ്കിൽ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ശരി. അച്ഛാ, തടസ്സമൊന്നും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് ഇവരെ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുപോയല്ലോ. അതാവുമ്പോ നമുക്ക് എപ്പോ വേണേലും ഇങ്ങോട്ട് കൊണ്ടുവരാലോ. ഇവിടെ അടുത്തല്ലേ. അച്ഛാ, ചടങ്ങും കാര്യങ്ങളൊന്നും തൽക്കാലം നോക്കണ്ട, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം. എത്ര ദിവസം ഇവിടെ വന്നിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാ മതിയെന്നായി. അതുകൊണ്ടാ. കുറച്ചു ദിവസം പൂട്ടിയിട്ടിരുന്നോണ്ടേ മുഴുവൻ പൊട്ടിയായിരുന്നു. പെട്ടെന്നല്ലേ ഇങ്ങോട്ട് വരുവാണെന്ന് അവർ വിളിച്ചു പറഞ്ഞത്. ഈശ്വരൻ തന്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്നല്ലേ ശരി. കുഞ്ഞിനെയും കൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോകാനിരുന്നവര് തന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അവര് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. അത് സച്ചേട്ടൻ പറഞ്ഞ ശരിയാ. ഇങ്ങോട്ട് തന്നെ വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എനിക്കതിനെ താലോലിച്ചും കൊഞ്ചിച്ചും മതിയായില്ല സച്ചേട്ടാ. സത്യം പറഞ്ഞ ആശുപത്രി ആയിരുന്നോണ്ട് കുറച്ചു നേരം ഒന്ന് എടുത്തു നടക്കാൻ പോലും പറ്റിയില്ല. അതിനെന്താ, ഇനി കുഞ്ഞ് ഇവിടെ തന്നെ കാണുമല്ലോ. തന്റെ ഇഷ്ടാനുസരണം എഴുത്തും കുളിപ്പിച്ചും കണ്ണെഴുതിയും ഒക്കെ കൊണ്ടു നടക്കാം. ദേ ആര് വന്നു, മാറിക്കേ. വാ. കേറി വാ. മോളെ ഇതങ്ങ് വെച്ച്. എത്തിയോ? കുഞ്ഞിനിങ്ങത്താ. ഓ ഓ എന്താണ് ഭാവി? ഇല്ല ഓ ഓ ഓ ഇല്ല ഓ ഓ ഓ ഓ. എത്ര നാളത്തെ എന്റെ ആഗ്രഹം എന്റെ മക്കൾ സാധിച്ചു തന്നത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അച്ഛനാവുന്നതും മുത്തച്ഛനാവുന്നതും ഒക്കെ അയാൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളാ.
ആദ്യമായി ഈ വീട്ടിലേക്ക് വരുന്ന കുഞ്ഞ് നന്ദന്റേതായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നിരുന്നാലും ഇന്നെനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും. നന്ദന് സ്നേഹി എവിടെ? അവരെ കണ്ടില്ലല്ലോ. നന്ദൻ പുറത്തു പോയിരിക്കുക. സ്നേഹമോള് മുറിയിലുണ്ടാവും. വിവാഹം മുടങ്ങിയ ശേഷം അവളങ്ങനെ ആർക്കും മുഖം കൊടുക്കാറില്ല. ഞങ്ങളാരും നിർബന്ധിക്കാറുമില്ല. ഇനിയും ഓരോന്ന് പറഞ്ഞ് അവളെ വീണ്ടും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയ. ഇത്രയും വലിയ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ ചില നീറ്റലുകളും മനസ്സിലുണ്ട് മാഷേ. ആ മോളെ, കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുപോകും. ഓ ഓ ഓ ഓ ഓ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞതു മുതൽ അർച്ചനയുടെ സന്തോഷം ചെറുതൊന്നും ആയിരുന്നില്ല. അർച്ചന കുഞ്ഞിനെ പൊന്നുപോലെ നോക്കൂന്നുള്ളതുകൊണ്ട് ഇവരുടെ കുഞ്ഞിന് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. എന്താണ് എന്താ നോക്കണേ? ഭാവി, ഇതാണ് പുതിയ മുറി. ഇഷ്ടായോ? കുറച്ചു ദിവസം കഴിഞ്ഞ് മോള് വളർന്ന ശേഷം പിന്നെ വല്യമ്മയുടെ മുറി തന്നെ കിടന്നാ മതി കേട്ടോ. ഇപ്പൊ തൽക്കാലം അച്ഛന്റെ അമ്മയുടെ കൂടി ഇവിടെ ഉറങ്ങിക്കോ കേട്ടോ. ഓ ഓ പകലൊക്കെ എപ്പോഴും വല്യമ്മ ഇതുപോലെ കൂടെ തന്നെ ഉണ്ടാവും. 8-9 മാസം മോളെ വയറ്റ് ചുമന്ന് നടന്നതല്ലേ നിന്റെ അമ്മ. കുറച്ചു നാളത്തേക്ക് അമ്മയ്ക്ക് നമുക്ക് റെസ്റ്റ് കൊടുക്കാം. വല്യമ്മ നോയിക്കോളൂ എന്റെ പൊന്നിനെ. എന്റെ പൊന്നാണോ നീ? ആണോടാ? എന്താണ് നോക്കണേ? വല്യമ്മേടി. ഓ ഓ ഓ വല്യമ്മയും മോളും കാര്യം പറയായിരുന്നു. എന്നോടൊക്കെ സത്യം പറഞ്ഞ ഏട്ടത്തിക്കാരനെ രക്ഷപ്പെട്ടത് ആതിരയാ. കുഞ്ഞിനെ നോക്കുന്ന അമ്മമാരുടെ സ്നേഹത്തോടുള്ള പരിഭവങ്ങളൊന്നും ആതിരയ്ക്ക് പറയേണ്ടി വരില്ലല്ലോ. അത് ശരിയാ. സച്ചേട്ടന്റെ കാര്യം വളരെ പരിതാപകരമാവാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട. കുഞ്ഞിനെ നോക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ സച്ചേന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ നോക്കും. അല്ല, നീ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? 2 ദിവസം കഴിയുമ്പോ ഞാൻ മീര ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അവളും കൂടെ ഇവിടെ നിന്നാലേ ആതിരയുടെ കുഞ്ഞിന്റെ കാര്യം അവളും കൂടെ നോക്കുമല്ലോ. അതിന്റെ ആവശ്യം എന്താ അമ്മേ? പിന്നെ അനൂപേണ്ണ അവിടെ ആര് നോക്കും? ഓ, ഇവിടെ ആതിരയുടെയും കുഞ്ഞിന്റെയും കാര്യം നോക്കാൻ ഞാൻ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ ഞാൻ വിളിക്കാം. ആതിരെ, കുഞ്ഞിനെ ഞാൻ ഉറക്കിക്കൊണ്ട് വരാവേ. മീര വന്നു കഴിഞ്ഞാലേ കുഞ്ഞിനെ അവൾ എടുത്തുകൊണ്ട് നടക്കുന്ന കരുതിയാണ് അച്ചു ഇങ്ങനെ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞ കുഞ്ഞുമോളെ ആരും കയ്യിലെടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അയ്യോ, അച്ഛൻ വന്നിരുന്നോ? അച്ഛൻ വരുമെന്ന് കരുതി
ഇത്ര നേരം ഞാനിവിടെ കാത്തിരുന്നു. ആ, അച്ഛൻ വിളമ്പണ്ട, ഞാൻ വിളമ്പി തരാം. ബാക്കിയുള്ളവരൊക്കെ എവിടെ? സച്ചി അർച്ചനയും വന്നില്ലേ? ആ, അതിനിപ്പോ അർച്ചനയ്ക്കിപ്പോ കഴിക്കാനൊക്കെ എവിടെയാ നേരം? ഏത് നേരവും കുഞ്ഞിന്റെ പുറകെയല്ലേ അർച്ചന. ഇപ്പൊ ഈ വീട്ടിലെ ഒരു കാര്യം അവള് ശ്രദ്ധിക്കുന്നില്ല. സദാസമയം കുഞ്ഞിന്റെ പുറകെ ഇങ്ങനെ നടന്നാ ബാക്കിയുള്ളൊരു പട്ടിണിയാവുകയുള്ളൂ. അർച്ചനയുള്ളതുകൊണ്ടാ ജോലിക്കാരിയെ പറഞ്ഞു വിട്ടത്. ഇന്ന് രാവിലെ ആഹാരം കഴിച്ചത് 9 മണി കഴിഞ്ഞിട്ടാ. BP ലോ ആവുന്നതുകൊണ്ട് എനിക്ക് നേരത്തെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ തലയും കറങ്ങും. അർച്ചനയോട് പറഞ്ഞത് മനസ്സിലാവണ്ടേ? എങ്കിൽ അടുക്കള ജോലിക്കായി നിന്ന് അമ്പിളിയെ തിരിച്ചു വിളിക്കാം. അതൊന്നും വേണ്ടച്ചാ. ഇവിടെ ഇപ്പോ ജോലിക്കാരുടെ ആവശ്യമൊന്നുമില്ല. അർച്ചനയോട് അച്ഛനൊന്ന് പറഞ്ഞാ മതി, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയ ശേഷം കുഞ്ഞിന്റെ പുറകെ പോവാൻ. ഈ സ്ഥിതി ഇങ്ങനെ തുടർന്നാ ഇവിടെ എല്ലാരും പട്ടിണിയാവുകയുള്ളൂ. അതുകൊണ്ട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രം മതി. അർച്ചന കുഞ്ഞിന്റെ പുറകെ പോകുന്നോണ്ട് അടുക്കളയിലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്നാണോ അവന്തിക പറഞ്ഞു വരുന്നത്? ആ, അതെ. നേരത്തും കാലത്തും എന്തേലും വെച്ചുണ്ടാക്കാൻ അച്ഛനൊന്ന് പറയണം. കുഞ്ഞ് ഈ കുടുംബത്തിലെയാ, അതിലുപരി ആതിരയുടെ ചേച്ചിയും. അപ്പൊ അർച്ചനയോട് എങ്ങനെ പറയൂ ഇതൊക്കെ? ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താന്ന് വെച്ചാ അവന്തിക അടുക്കളപ്പണിയൊക്കെ നോക്ക്, അർച്ചന കുഞ്ഞിനെ നോക്കട്ടെ. അടുക്കള ജോലിക്ക് അവിടെ ആള് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അതന്വേഷിക്കണ്ടല്ലോ. എന്താ, അവന്തിയെ കൊണ്ട് പറ്റില്ലേ? പറ്റും. അതിനായിട്ട് ഇനി മറ്റാരും വേണമെന്നൊന്നുമില്ല. നിനക്ക് BP പ്രോബ്ലം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. കുഞ്ഞിനെ നോക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായൊരു കാര്യമല്ല. പിന്നെ അർച്ചനയോട് കർശനമായി അടുക്കള ജോലി ചെയ്തേ പറ്റുമെന്ന് എനിക്ക് പറയാനാവില്ല. അങ്ങനെ എനിക്ക് കർശനമായി പറയാൻ കഴിയുന്നത് നിന്നോടാ. കാരണം അർച്ചനയേക്കാൾ അത് പറയാൻ സ്വാതന്ത്ര്യം എനിക്കുള്ളത് നിന്നോടാ. അപ്പോ നാളെ മുതൽ അടുക്കള കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കിയാ മതി. ശരി. കൊള്ളക്കിളവൻ. ഇളയ മരുമോളെ പറഞ്ഞ് ഇഷ്ടായിട്ടില്ല. അതാ നൈസായിട്ട് എല്ലാം എന്റെ തലയിൽ വെച്ചത്. ഇതിപ്പോ വെച്ച വെടി എന്റെ നെഞ്ചിലേക്ക് തന്നെയാണല്ലോ വന്ന് കൊണ്ടത്. മോളെ അവന്തികേ, എന്താച്ചാ? എനിക്ക് രാത്രിയിൽ കുറച്ച് ഫയല് നോക്കാനുണ്ട്. അതിനെന്താ, ഞാനും കൂടെ സഹായിക്കാച്ചാ. എനിക്ക് നോക്കാവുന്നേ ഉള്ളൂ. നീ രാത്രിയിൽ കുറച്ച് കട്ടൻ ചായ റൂമിലേക്ക് കൊണ്ടുപോവാ. അല്ലേല് ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അതാ. ശരി അച്ഛാ. അർച്ചനെ, ഇത് എവിടെയാണ്? താനിത് കണ്ടോ? പാലും അടുപ്പത്ത് വെച്ച് സ്വപ്നം കണ്ടോണ്ട് നിന്നാലേ ദാ ഇങ്ങനെ ഇരിക്കും. കൊള്ളാം. എനിക്കറിയാം താൻ ഏത് ലോകത്തായിരുന്നു. സന്ദീപിന്റെ മോൾ ഇവിടേക്ക് വന്നപ്പോ മുതല് ഇതാണല്ലോ തന്റെ അവസ്ഥ. സത്യം സച്ചേട്ടാ, മറ്റൊരു കാര്യത്തിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും അവളുടെ മുഖം മനസ്സിൽ.
ആ ഇങ്ങനെയാണെങ്കിൽ തന്റെ കാര്യം വളരെ പരിതാപകരമാവുമല്ലോ. എന്റെ കാര്യങ്ങൾ നോക്കാൻ ഇനി തനിക്ക് സമയം കിട്ടുമോ? അതെ, ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഇനി സച്ചേട്ടന്റെ കുറെ കാര്യങ്ങളൊക്കെ സച്ചേട്ടൻ തന്നെ സ്വയം നോക്കേണ്ടി വരും. അവളുടെ കാര്യം കൂടി നോക്കുന്നോണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് വരും. എപ്പോഴും എന്റെ തോളിലെ പെണ്ണിന്റെ ഉറക്കം. ഞാൻ ചെന്നാ പിന്നെ ആരും വേണ്ട. ആതിരയാണെങ്കിൽ കുറച്ചു നേരം എടുത്താ പിന്നെ കൊണ്ടുപോയി കിടത്തും. അപ്പൊ അവള് കരയും. ആതിരയാണെങ്കിൽ മൈൻഡ് ചെയ്യില്ല. മോളുടെ കരച്ചില് കേട്ടാ എനിക്ക് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുമോ? ഞാൻ പോയി എടുത്ത് തോളിലിടുമ്പോ പിന്നെ കരച്ചിലങ്ങ് നിർത്തും. ചുരുക്കി പറഞ്ഞ സമയാസമയം പാല് കൊടുക്കുന്നു എന്നൊരു ജോലിയല്ലാതെ ആതിരയ്ക്ക് മറ്റൊരു ജോലിയില്ല. താനിങ്ങനെ മോളോട് അമിത സ്നേഹം കാണിക്കുമ്പോ എനിക്കെന്തോ പേടി തോന്നുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി അതിന്റെ കാര്യം എന്താന്ന്. ആ കാര്യത്തില് സച്ചേട്ടന് ഒരു പേടിയും വേണ്ട. ഉടനെ ഞാനൊരമ്മയും സച്ചേട്ടനൊരു അച്ഛനും ആവും. ഇതെല്ലാം അതിന്റെ ഒരു റിഹേഴ്സൽ മാത്രമേ കണ്ടാ മതി. ഞാൻ നമ്മുടെ കുഞ്ഞിനെ പ്രസവിച്ച് ഒരമ്മയാവാനുള്ള തയ്യാറെടുപ്പിലാ. ശരിക്കും പറഞ്ഞാ ഇപ്പൊ ഞാനൊരു അമ്മയുടെ ഉത്തരവാദിത്വവും കടമയും ഒക്കെ അറിയുന്നുണ്ട്. പ്രസവിക്കാതെ തന്നെ ഒരമ്മ എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നുമുണ്ട്. ഞാനും സച്ചേട്ടനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒന്നും അല്ല സച്ചേട്ടാ ഒരമ്മ അച്ഛനോ എന്നൊക്കെ പറയുന്നത്. പറഞ്ഞറിയിക്കാനാവാത്ത ഒരനുഭൂതി തന്നെയത്. അനുഭവിച്ചറിയേണ്ട ഏറ്റവും സന്തോഷമുള്ള ഒരു അനുഭൂതി. എന്തുവാടാ? കളിക്കണം. എന്തുവാടാ? നമുക്ക് കളിക്കാട്ടോ. നോക്കി അമ്മയുടെ പൊന്നുമോളെ നോക്കിയേ. നമുക്ക് കളിക്കാം. പാല് കുടിക്ക. നോക്കിയേ. വാവേ, വലിമയുടെ കുഞ്ഞാവ എന്താ നോക്കുന്നേ? പാലോ? അത് അമ്മയ്ക്കുള്ളതാ. സ്വസ്ഥായിട്ട് അമ്മ ഇരിക്കട്ടെ. നമുക്ക് പുറത്തു പോയി ചുറ്റിയിട്ട് വരാവേ. ഓ ഓ ഓ ഓ ഇല്ലടാ, എന്തിനാ കരയണേ? ഓ ഓ ഓ ഓ ഓ ഓ ഓ. അർച്ചനേട്ടത്തി എന്ന കുഞ്ഞിനെ താഴെ വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കും കൂടെ മോളെ എടുക്കായിരുന്നു. അതിനെന്താ, നീ എടുത്തോ. അനക്കേണ്ടി പറഞ്ഞത് കേട്ടോ, ഞാൻ കുഞ്ഞിനെ കൊടുക്കാണേ. അച്ചടാ, നാരാണ്. എടുക്ക്.